കേസുകൾ എടുക്കുന്ന ഒരു സംഭവത്തിലുണ്ടാകുന്ന ക്രൈമിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ DYFI ഇന്നലെ നടത്തിയ പ്രകടനം കേസായിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഏതും അത് നിയമവിരുദ്ധമായ ഒരു കാര്യം കേസെടുക്കും. കാരണം ഇവിടെ മുൻകൂട്ടി അനുമതിയില്ലാതെ ഒരു പ്രകടനം നടത്താൻ പാടില്ലാണ്. അതിനപ്പുറത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടായാൽ അതിലും കേസെടുക്കും. കേസ് പിൻവലിക്കുക എന്ന് പറയുന്നത് ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കുറേ എണ്ണത്തിൽ കൊടുത്തു ബാക്കി, അതൊരു ഒരൊറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല, അതൊരു പ്രോസസ്സാണ്. ഇപ്പോൾ അത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ഗവൺമെന്റിലേക്ക് എത്തി, ഗവൺമെന്റ് ആ കേസിന്റെ സ്വഭാവം പരിശോധിച്ച് വീണ്ടും ഇതേ ട്രാക്കിലൂടെ ഹോം ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ച് തിരിച്ചു വന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ പോലീസ് സ്റ്റേഷൻ മുതൽ, ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ മുതൽ ഹോം ഡിപ്പാർട്ട്മെന്റ് വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയും അതേ വഴിയിലൂടെ തിരിച്ചും ഒക്കെ നടത്തുന്ന ഒരു പ്രൊലോങ്ഡ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് ശേഷമാണ് ഗവൺമെന്റ് അന്തിമമായ തീരുമാനമെടുക്കുക. അതേ പറ്റുള്ളതില്ല. ഇതെല്ലാം ഏത് കേസ് പിൻവലിക്കുന്ന കാര്യത്തിലായാലും പറയട്ടെ. എന്നിട്ട് ആ കേസ് പിന്നീട് എന്നിട്ടും തിരില്ല, എന്നിട്ടും അത് APP വഴി കൺസെന്റ് കോർട്ടിന്റെ പരിഗണനയിലേക്കാണ് പിന്നെ കൊടുക്കുക. പിന്നെ കോർട്ടിന്റെ വിവേചനാധികാരത്തിലാണ് ആ കേസ് പിൻവലിക്കുക. ആ പ്രോസസ്സിന് സമയമെടുക്കും. നയപരമായി ഗവൺമെന്റ് സമീപനം ഓരോ വിഷയത്തിലും ഇന്ന കേസുകൾ വേണമോ വേണ്ടയോ അത് പല സന്ദർഭങ്ങളിലും പറയാറുണ്ടല്ലോ. പൊതുവിൽ പിൻവലിക്കാൻ ചില ചർച്ചകളുടെയും ധാരണകളുടെയും എടുക്കുന്നത് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യാറുണ്ട് പിൻവലിക്കാൻ. അതെടുത്താലും ഈ നടപടിക്രമങ്ങൾക്ക് സ്വാഭാവികമായ കാലതാമസം ഉണ്ടാകും. ഇതാണ് പറഞ്ഞത്. പിന്നെ ചില കേസുകൾ ഏത് തരത്തിലായാലും പിൻവലിക്കാൻ കഴിയില്ല. ഇപ്പോ പോലീസുകാർക്കെതിരായ അക്രമത്തിന്റെ സ്വഭാവം അങ്ങനെ പലതരത്തിലാണ്. അപ്പൊ അത് ഓരോ കേസിന്റെയും മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് പറയാൻ കഴിയൂ. ഏതൊക്കെ കേസുകളാണോ നോക്കി മാത്രമേ അത് പറയാം. ജനറലി അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് സാധ്യമല്ല. 835 കേസുകളാണ് ടോട്ടൽ എടുത്തത്. അതിൽ 59 എണ്ണത്തിന് മാത്രമാണ് നിരാക്ഷേപം സർക്കാർ നൽകിയത്, അതായത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഈ മറ്റ് കേസുകളുടെ ഓരോന്നിന്റെയും മെറിറ്റിൽ മാത്രമേ പറയാൻ കഴിയൂ. മനസ്സിലായില്ലേ? ഓരോന്നിന്റെയും മെറിറ്റിൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ സുപ്രീം കോടതിയുടെ ഒരു ഇലക്ഷൻ ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. SFIക്കാർ തന്നെ പ്രതിയായ ഏതെങ്കിലും കേസിരിക്കട്ടെ, DYFIക്കാർ പ്രതിയായ കേസിരിക്കട്ടെ, CPMകാർ പ്രതിയായ കേസിരിക്കട്ടെ, ആ കേസെല്ലാം പിൻവലിക്കാൻ പറ്റില്ലല്ലോ. UDF കാലത്തെടുത്ത കേസാകട്ടെ, രാഷ്ട്രീയ പ്രേരിതമായി ഏതൊക്കെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല? പൊതുമുതൽ നശീകരണം പിൻവലിക്കാനേ പറ്റില്ല. കാരണം അത് സുപ്രീം കോടതിയുടെ ഇലക്ഷനാണ്. അപ്പൊ അതല്ല, അതാണ് പറഞ്ഞത്. ഓരോ കേസിന്റെയും സ്വഭാവത്തിലാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റ് മുൻകാല ഗവൺമെന്റുകളുടെ കാലത്ത് എടുക്കുന്ന കേസുകളെ സംബന്ധിച്ച് വ്യത്യസ്ത ഗവൺമെന്റുകളുടെ കാലത്ത് നിരാക്ഷേപപത്രം കൊടുക്കുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കും, കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി. പക്ഷെ പിൻവലിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഓരോ ഘട്ടത്തിൽ വരുന്ന സുപ്രീം കോടതി ഇലക്ഷന്റെയും ഹൈക്കോടതി ഇലക്ഷന്റെയും എല്ലാം അടിസ്ഥാനത്തിൽ ചില കേസുകൾ പിൻവലിക്കാൻ കഴിയില്ല. പോലീസുകാർക്ക് നേരെയുള്ള ആക്രമണം അത് പിൻവലിക്കാൻ പാടില്ല എന്നുള്ള പൊതു സമീപനമുണ്ട്. ആ ഡയറക്ഷന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പിൻവലിക്കപ്പെടുകയുള്ളൂ, ഇല്ലാതെ പറ്റില്ല. അത് താങ്കൾ സൂചിപ്പിച്ച കേസുകളിൽ ഏതൊക്കെയാണെന്ന് പരിശോധിക്കണം. ഇനി ഇതിന് പുറമെയാണ് ഞാൻ പറഞ്ഞത്, പിൻവലിക്കാൻ കഴിയുന്ന കേസുകളിലും ഒരു പരിമിതമായ കാലതാമസം ഉണ്ടാവും. അത് തന്നെ നടപടിക്രമങ്ങളുടെ കാലതാമസം. ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയമായിട്ടാണ് ഈ കോൺഗ്രസും UDF ഒക്കെ ഈ കേസുകൾ എടുക്കുന്നതിനൊക്കെ കാണുന്നത്. UDF 19 മുതലുള്ള കേസുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ. UDFന്റെ ഈ കാലം അവർ പറയുന്നത് അവരിപ്പോ കേസ് പിൻവലിച്ച ചരിത്രം അവർക്കുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. MG കോളേജിലെ പോലീസുകാരുടെ ബോംബെറിഞ്ഞ കേസുണ്ട്. അന്ന് CE ആയിരുന്ന ശ്രീ മോഹന്റെ 2 കാലും തകർന്നു പോയി. അന്നത്തെ CE ആണ്. ആ കേസിലെ പ്രതികളായിരുന്നു RSSന്റെ ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാന ക്രിമിനലുകളായ ആളുകൾ. ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് സാധാരണഗതിയിൽ പിൻവലിക്കാൻ പാടില്ല. നിയമം അതാണ്. നിയമവിരുദ്ധമായ ആ കേസ് പിൻവലിച്ചു കൊടുത്തു. കോൺഗ്രസുകാർ പ്രതിയായ കേസല്ല, RSSകാർ പ്രതിയായ കേസ്. അതിന്റെ ശുപാർശക്കത്ത് കൊടുത്തത് അന്നത്തെ നെടുമങ്ങാട് MLA ആയ ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് പാലോട് രവിയാണ്. അന്നത് പിൻവലിച്ചത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പൊ കോൺഗ്രസിന്റെ സമീപനം RSSകാരുടെ കേസുകൾ, പോലീസുകാരെ ബോംബെറിഞ്ഞ കേസുകൾ പോലും പിൻവലിച്ചു കൊടുത്ത പൈതൃകമുള്ളവരാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം പരസ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇത് അതൊന്നും അല്ലല്ലോ പ്രശ്നം.
ചോദ്യം വളരെ ലളിതല്ലേ? ചോദ്യം പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞതുപോലൊരു നിലപാട് കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു, കോൺഗ്രസിന്റെ അകത്ത് മുഖ്യമന്ത്രിമാരിൽ നിന്നുണ്ടാകുന്നു. അതല്ലേ ജനം ഉറ്റുനോക്കുന്നത്? അതാണ് ചോദ്യം. രാഷ്ട്രീയമായിട്ട് വരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് CPM-കാരും കോൺഗ്രസ് സംഘടനകളും ഇക്കാര്യത്തിൽ സമരം ചെയ്താൽ കേസില്ല, ഞങ്ങൾ സമരം ചെയ്താൽ കേസെടുക്കുന്നുവെന്നാണ് UDF-ഉം മറ്റു ചില സംഘടനകളും. ഇല്ലല്ലോ, അതങ്ങനെ ഞങ്ങൾക്കെതിരെ കേസില്ല എന്ന് പറയുന്നത് പ്രശാന്ത് ജനറലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾക്കെതിരെ കേസ് വരില്ലേ? ഞങ്ങൾ അക്രമം നടത്തിയാൽ കേസ് വരില്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? ഇന്ന കാര്യത്തിൽ ഒരേ കാര്യം SFI ചെയ്തു, അല്ലെങ്കിൽ ഒരേ കാര്യം DYFI ചെയ്തു, ഒരേ കാര്യം കോൺഗ്രസ് ചെയ്തു, കേസില്ല എന്ന് പറയട്ടെ. അങ്ങനെ ഏതെങ്കിലും ഒരു കേസ് അങ്ങനെ അത് സാധ്യമാണോ? വെറുതെ എന്ന് പറയലാണ്. അതെന്താണെന്നറിയാമോ? കാതലായ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഉത്തരം പറയാൻ പറ്റാതെ വരുന്നതാണ്. എന്താ രാജ്യം കാണുന്നത്? ഇന്നലെ കാണുമല്ലേ നമ്മുടെ പത്തനംതിട്ടയിലെ BJP-യുടെ സ്ഥാനാർത്ഥി ആ കാവി കൊടിയെല്ലാം പറപ്പിച്ചുള്ള ഡാൻസ് ഇല്ലേ, BJP ഡാൻസ്. അത് കണ്ടിട്ട് കോൺഗ്രസിന്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സമുന്നതനായ നേതാവിന് രോമം എണീറ്റ് നിൽക്കണ്ടാവുമല്ലോ. മോന്റെ ഡാൻസ് ഇത് കണ്ടില്ലേ? BJP-യുടെ സ്ഥാനാർത്ഥി നിങ്ങൾ ആലോചിച്ചു. ആ മകന്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടാവും. ഇത് ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് ഭയങ്കര ജെൻഡർ ഇക്വാളിറ്റി സൂക്ഷിക്കുന്ന പാർട്ടിയാണ്, ഭയങ്കര ജെൻഡർ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. ഒരു നേതാവിന്റെ മകനാദ്യം പോയി നോക്കൂ, അടുത്ത് പോയത് മകളാണ്. എന്തൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ്. ആദ്യം പോയത് കോൺഗ്രസ് കേരളത്തിൽ കെട്ടിപ്പടുത്ത ഒരു നേതാവിന്റെ മകൻ പോയി, പിന്നെ രണ്ടാമതും മോന് വിട്ടാലത് ജെൻഡർ ഇക്വാളിറ്റി ആവില്ല, പിന്നെ മോള് പോയിട്ടുണ്ട്. പിന്നെ അടുത്ത യുഗം ആരുടെയോ മകനാണ്. അങ്ങനെ മുഖം വികൃതമായി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ഇക്കാര്യത്തില്, മതനിരപേക്ഷതയുടെ മുഖം. ആ കോൺഗ്രസ്സാണ് ഈ പറയുന്ന കാര്യമൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ പറയുന്നത്. ഞങ്ങൾക്ക് ഇതെല്ലാം കൃത്യമായ നിലപാടുണ്ട്. കഴിഞ്ഞോ? അവസാനിപ്പിക്കാറോ അല്ലേ? ശരി.